ചാക്കോ സാറല്ലേ അത്? ചാക്കോ സാറേ, എന്ത് ഇവിടെ വന്നിരുന്ന് കളഞ്ഞത്? തളന്നാ? അണയ്ക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി? അല്ല, നടുവിനെന്തെങ്കിലും പ്രശ്നം? ഒന്നുമില്ല. ആ, ഞാൻ ഇന്നൊരു 1/2 കിലോമീറ്റർ കൂടുതൽ നടന്നു. ചിട്ടയായി നടത്തമാണ് എന്റെ ആരോഗ്യത്തിന് രഹസ്യം. അതെ, അത് ശരിയായിരിക്കാം. എന്നാലും സാറിന്റെ മുഖത്തൊരു ക്ഷീണം കാണുന്നുണ്ട്. അത് തനിക്ക് ചുമ്മാ തോന്നുന്നതാ. എന്നുമുള്ള വ്യായാമവും ചിട്ടയായ ഭക്ഷണക്രമവും അതുകൊണ്ട് തന്നെയാണ് എനിക്കിതുവരെ ആശുപത്രിയിൽ പോകേണ്ടി വരാത്തത്. അതൊക്കെ ചാക്കോ സാറിന് തോന്നുന്നതാണ്. സാറിന് ഇപ്പൊ എത്ര വയസ്സായി? എന്റെ വയസ്സ് ഞാൻ സാധാരണ ആരോടും പറയാത്തതാ. അല്ല, എന്നാലും 57. എന്റെ കണ്ടാ അത് തോന്നുന്നു? തോന്നിക്കും. ഞാനൊരു 65-66 ഊഹിച്ചു. ആ, എന്റെ ചാക്കോ സാറേ, ഈ പ്രായത്തില് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഒന്നുമില്ലേലും ഒരു ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ചെയ്യുന്നത് ഒരു ക്രെഡിറ്റ് ആണ്. ഈ കോളനിയിൽ ഏക അമേരിക്കക്കാരനായ ചാക്കോ സാറിന് ഒരു കുടുംബ ഡോക്ടർ ഇല്ല എന്ന് പുറത്തു പറയുന്നത് നാണക്കേടാണ്. അസുഖം എന്തെങ്കിലും വരട്ടെ, അപ്പോ ചെക്കപ്പ് ചെയ്യാം. ചാക്കോ സാറേ, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരാതെ സൂക്ഷിക്കുന്നത്? ചാക്കോ സാറിനെ പോലുള്ളവരുടെ സജീവ സാന്നിധ്യം നാളെ ഈ കോളനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. സാർ ആ പ്രകാശ് കുമാർ സാറിനെ കണ്ടു പഠിക്കണം. 42 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷെ ഇന്നും മുടങ്ങാതെ ദാമോദരൻ ഡോക്ടറെ കണ്ട് സ്ഥിരമായി ചികിത്സിക്കുന്നു. അത് അയാളുടെ കുടുംബ ഡോക്ടറാണ്. അല്ല, CI പ്രകാശ് കുമാറിന് കുടുംബ ഡോക്ടറോട് താൻ പറയുന്നത് നേരാണോ? നേരാണോന്ന്? കുടുംബക്ഷേത്രം, കുടുംബ തിയേറ്റർ, കുടുംബ കാറ്, കുടുംബ കോടതി, എന്തിനേറെ ആ പോലീസ് സ്റ്റേഷൻ പോലും കുടുംബ സ്റ്റേഷനായിട്ടാണ് പ്രകാശ് കുമാർ കൊണ്ടുപോകുന്നത്. എന്നാൽ എനിക്ക് ഒരു കുടുംബ ഡോക്ടർ വേണ്ടി വരും. അത് വേണം. നല്ലൊരു ഹൈ ക്ലാസ് ഡോക്ടറെ വേണം സാറ് പോയി കാണാൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ഫുൾ ചെക്കപ്പ് നടത്തുകളെ. കാശ് ഞാൻ കൊടുക്കാം. അതെ, ഇനി ഈ ആശുപത്രി ആയിരിക്കും ചാക്കോ സാറിന്റെ കുടുംബ ആശുപത്രി. എന്റെ ഈ പ്രസരിപ്പും ഊർജ്ജസ്വലതയൊക്കെ കണ്ടാൽ ഒരു രോഗിയാണെന്ന് തോന്നൂല്ലേ ബാലപ്പ? ഇങ്ങോട്ട് വന്നേല്ലേ ഉള്ളൂ. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പം രോഗിയുടെ ലുക്കൊക്കെ താനേ വന്നോളും. അല്ല, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മുളയിലേ നുള്ളിക്കളയാലോ എന്ന് പറഞ്ഞാണ്. സാറ് വാ. ആരാ ഡോക്ടർ? ഡോക്ടർ അലക്സാണ്ടറെ കാണിക്കാം. മിടുക്കനായ ഡോക്ടറാണ്. എന്താ ഡോക്ടറെ? ഡോക്ടറിനെ അക്ഷരമാല പഠിപ്പിക്കണോ? മിണ്ടാതിരിക്കടോ. താൻ സീറ്റ് വലിക്കാറുണ്ടോ? വലിക്കും. എത്രണ്ണം വലിക്കും? ഒരു ദിവസം ഒരു 4-5 എണ്ണമെങ്കിലും വലിക്കും. അത്രയല്ലോ. സത്യം പറ. ഒരു 10-25 ഒക്കെ വലിക്കും ഡോക്ടറെ. സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ വരുമെന്ന് അറിയത്തില്ലയോ? പക്ഷെ ഞാൻ വലിച്ചപ്പോ പുക മാത്രമേ വരുന്നുള്ളല്ലോ ഡോക്ടറെ. ഇന്നത്തോടെ എല്ലാം നിർത്തിക്കോണം. വലിയും കുടിയും പൊടിയും ഒക്കെ. ചാക്കോ തോമസ്. വിളിക്കുന്നു. ഇരിക്കൂ. എന്താ അസുഖം? അയ്യോ, എനിക്കല്ല, ഇദ്ദേഹത്തിനാണ് അസുഖം. ചാക്കോ തോമസ്, ഇങ്ങോട്ടിരുന്നോളൂ. എന്താ അസുഖം? പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. ഒരു ഫുൾ ചെക്കപ്പ് നടത്തേക്കാമെന്ന് തോന്നി. ക്ഷീണമോ തലചുറ്റിലോ വല്ലതും അനുഭവപ്പെടാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ എപ്പോഴും വളരെ എനർജറ്റിക്ക. അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും ആശുപത്രി കിടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ഒരു 10-20 കൊല്ലമായിട്ട് അസുഖമൊന്നും വന്ന് ആശുപത്രി പോകേണ്ടി വന്നിട്ടില്ല. കുറച്ചു നാള്, കൃത്യമായി പറഞ്ഞാൽ 15 വർഷം സ്റ്റേറ്റ്സിലായിരുന്നു. അന്നമ്മ നാട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോഴേ പറഞ്ഞു, നിങ്ങൾക്ക് അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കില്ലായിരുന്നു. പക്ഷേ അവിടെ ചെന്നിട്ട് ഒരു ജലദോഷം പോലും വന്നിട്ടില്ലെന്നുള്ളതാ സത്യം. അവിടെ ചെന്നിട്ട് ഈ അസുഖം വന്നിരുന്നെങ്കിൽ ഈ അസുഖത്തിന് അമേരിക്കയിൽ ചികിത്സിച്ചു എന്ന് പറയാമായിരുന്നു. അതൊരു ക്രെഡിറ്റ് ആണേ.
BP നോർമലാണ്. ഞാൻ പറഞ്ഞില്ലേ ഡോക്ടറെ, ഐ ആം അബ്സല്യൂട്ട്ലി നോർമൽ. ഈ ബാലപ്പന്റെ നിർബന്ധം കൊണ്ടാ ഒരു ഫുൾ ചെക്കപ്പ് നടത്തേക്കാമെന്ന് വിചാരിച്ചത്. ഷുഗറും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഓ, കൂട്ടത്തിൽ കരളിന്റെ ഹാർട്ടിന്റെയും കൂടെ ടെസ്റ്റ് നടത്തിക്കോ. ചുമ്മാ ഇരിക്കട്ടെ. ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ശരി, ഒബ്സർവേഷൻ റൂമിലേക്ക് പൊയ്ക്കോളൂ. ഓ, വരൂ. ശരി. ആ. ആരെ വിളിക്കാം? പൂജപ്പുരയിലെ ഹേമനെ വിളിക്കാം. 944723. ആ ഹേമനാ? ആ എടേ, ഞാൻ ബാലപ്പനാ. നീ വല്ലതും അറിഞ്ഞാ? നമ്മുടെ ചാക്കോ സാറില്ലേ, ആ അങ്ങേര് ഇന്നലെ രാവിലെ തല ചുറ്റിയൊന്ന് വീണു. സംഗതി നടക്കാൻ പോയതാ. പെട്ടെന്നൊരു തളർച്ച പോലെ വന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു കല്ലിന്റെ മേളിൽ ഇരിക്കുക. അല്ല, ഞാൻ ഡോക്ടർമാരോട് ചോദിച്ചിട്ട് അവരൊന്നും വിട്ട് പറയുന്നില്ല. ചാക്കോച്ചന്റെ കൂടെ വന്ന ആളാ? അതെ, ഡോക്ടർ വിളിക്കുന്നു. ചാക്കോച്ചൻ എന്തെങ്കിലും? അതൊന്നും എനിക്കറിയില്ല, ഡോക്ടർ വിളിക്കുന്നു. അതെ, ഡോക്ടർ പിന്നെ പറയാന്നാണ് പറയുന്നത്. ഞാൻ അങ്ങോട്ട് പോയിട്ട് വന്നിട്ട് വിളിക്കാം. ഓക്കെ. എന്താ ഡോക്ടർ? ചാക്കോച്ചന് വേറെ കുഴപ്പമൊന്നുമില്ല. ആ. എന്നിരുന്നാലും 2-3 ദിവസം അഡ്മിറ്റ് ആവേണ്ടി വരും. അയ്യോ, അതെന്തിനാ ഡോക്ടറെ? ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്കപ്പ് നടത്തണം. അല്ല, ഹാർട്ടിന് കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ? ഏയ് ഇല്ല. ഓ, നിങ്ങൾ ചാക്കോച്ചന്റെ വളരെ അടുത്ത സുഹൃത്താ. രോഗത്തിനെ കുറിച്ച് രഹസ്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എന്ത് രഹസ്യം? അല്ല, വേണ്ടപ്പെട്ടവരോട് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യം വല്ലതും ആണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഈ ചാക്കോ സാറിനെ സീരിയസ് ആയ അസുഖം വല്ലതും? കുഴപ്പമൊന്നുമില്ല, നിങ്ങളോടല്ലേ പറഞ്ഞത്. എന്തായാലും ചാക്കോച്ചൻ അഡ്മിറ്റായ വിവരം അദ്ദേഹത്തിന്റെ വീട്ടിലൊന്ന് അറിയിക്കണം. വീട്ടിലറിയിക്കണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് സീരിയസ് ആയ എന്തോ അസുഖം കണ്ടുപിടിച്ചിട്ടുണ്ട്. താനെന്തെങ്ങനെ മേടിച്ചു നോക്കുന്നത്? ഒന്നുമില്ല ഡോക്ടറെ. ചാക്കോ സാറിൻ്റെ ഭാര്യ ചങ്ങനാശ്ശേരി ഒരു കല്യാണത്തിന് പോയിരിക്കുക. 3-4 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരത്തോളൂ. പിന്നെ അവർക്കാണെങ്കിൽ കുട്ടികളുമില്ല. സാരമില്ല, ഞാൻ കൂട്ടിരുന്നോളാം. ഞാൻ ഇരുന്നോളാം. എന്തായാലും അവരുടെ വീട്ടിൽ വിവരം അറിയിക്കണം. ഓ ഓ ഓ. ചാക്കോ തോമസിനെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏത് റൂമാണ് സിസ്റ്ററെ? 210. 210. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ശരി, നിൽക്കട്ടെ. ശരി. ചാക്കോ സാറേ, ഏ, ആ പറഞ്ഞു എന്നെ ഇവിടെ കൊണ്ട് കിടത്തിയപ്പോ സമാധാനമായില്ലേ നിനക്ക്? 2 ദിവസം, 2 ദിവസം, അത് കഴിഞ്ഞ് നമുക്കങ്ങ് പോവാം. ചെക്കപ്പ് കഴിഞ്ഞ് ഉടനെ വീട്ടിൽ പോകാമെന്നല്ലേ ഞാൻ വിചാരിച്ചത്. അയ്യോ, അതെങ്ങനെ പറ്റും? വിശദമായ ഒരു ചെക്കപ്പ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും 2 ദിവസം കഴിയും. അന്നാമെ വിളിച്ച് വിവരം പറയണം. ഞാൻ ആശുപത്രിയിലാണെന്ന് പറഞ്ഞാൽ അവള് പേടിക്കും. ഇനി പേടിപ്പിക്കാനായിട്ട് ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വിളിക്കണോ? 2 ദിവസം കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകുമല്ലോ. ആ, വീട്ടിൽ ചെന്നിട്ട് അത്യാവശ്യമുള്ള 2-3 തുണികളും കുറച്ച് പാത്രങ്ങളും എടുത്തോണ്ട് വരണം. ടെലിഫോൺ സ്റ്റാൻഡിന്റെ അടിയില് ഡയറി ഇരിപ്പുണ്ട്, അതുകൂടെ എടുത്തോണ്ട് വാ. എന്തിനാ ഇപ്പോഴേ ബന്ധുക്കളെ വിളിച്ച് വിവരം പറയാനാ? അല്ല, അതിനകത്ത് ചങ്ങനാശ്ശേരിയിലെ അന്നാമ്മയുടെ വീട്ടിലെ നമ്പറുണ്ട്, അവരോട് വിവരങ്ങൾ പറയണം. വന്നല്ലേ. ബ്ലഡ് എടുക്കണം. അയ്യോ അല്ല സിസ്റ്റർ, ഇതിപ്പോ ഒരു 5-6 വട്ടം ആയാലോ ബ്ലഡ് എടുപ്പ്. നീ കിടത്ത താളച്ച് വിട്ടാതെ വീട്ടിൽ പോടാ. അതെ, ഞാൻ അരമണിക്കൂറിനെങ്കിൽ വരും. ചാക്കോ സാറിന്റെ കാര്യമൊക്കെ നോക്കണേ കേട്ടാ. ആ ശരി. അയ്യോ മണിയൻ, ഇങ്ങ വാ. എന്തിവിടെ? ആരെങ്കിലും കിടക്കണം? പിന്നെ നീ ആരെ കാണാമെന്ന്? അല്ല, എന്റെ ഒരു കൂട്ടുകാരിവിടെ മഞ്ഞപ്പിത്തം പിടിച്ച് കിടക്കണം. അവനെ കണ്ടിട്ട് ഇറങ്ങി വന്നതാ. നിങ്ങൾക്ക് വല്ല അസുഖമുണ്ടോ? ഏയ്, പിന്നെ ഒന്നും പറയണ്ടേ. എന്ത് കുഴപ്പം? ഞാൻ നമ്മുടെ ചാക്കോ സാറില്ലേ. ചാക്കോ സാറിന് എന്തോ പറ്റി? അല്ല, മനുഷ്യന്റെ കാര്യല്ലേ, ഒന്നും പറ്റിയതല്ല. പിന്നെ നിന്ന നിപ്പിന് തലയിറങ്ങി അങ്ങ് വീണു. ആ, ഇപ്പൊ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. യാതൊരു റൂമില്? 210. നീ ഒരു കാര്യം ചെയ്യണിയാ, നീ കുറച്ചു നേരം ഇവിടെ നിന്നില്ലേ, ഞാൻ ചാക്കോ സാറിന്റെ വീട്ടിൽ പോയി കുറച്ച് തുണികളും പാത്രങ്ങളും ഒക്കെ എടുത്തോണ്ട് വരാം. ചിലപ്പോ കുറച്ച് ദിവസം കിടക്കേണ്ടി വരും. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ നിന്നോളാം. ഇവിടെ തന്നെ കാണണേ. ശരി. ദൈവമേ, ചാക്കോച്ചന് വല്ല മാറാരോഗം പിടിപെട്ടോ എന്തോ.
ഒരു വെള്ള കുതിര പോലെ കോളനിൽ ഓടിച്ചാടി നടന്ന മനുഷ്യന കിടക്കണ കിടപ്പ് കണ്ടില്ലേ? ഇതാര് സഹിക്കും? സിസ്റ്ററെ, ആരാ? ഞാൻ ചാക്കോ സാറിനെ കാണാൻ വേണ്ടി വന്നതാ. ഓ, ഉറക്കത്തില്ല, ഇപ്പൊ അത് ഉണത്തല്ല. വേണ്ട, ഉറങ്ങട്ട്. പിന്നെ ചാക്കോ സാറിന് എന്താണ് അസുഖം? ഒന്നും പറയാറായിട്ടില്ല. ടെസ്റ്റുകളൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഇന്നലെ വൈകുന്നേരം വരെ ഒരു കുഴപ്പമില്ലായിരുന്ന മനുഷ്യനാ, പാവം. നിങ്ങൾ കുറച്ചുനേരം പുറത്ത് വെയിറ്റ് ചെയ്യൂ. ഓ, പേഷ്യന്റ് ഇവിടെ നിന്ന് ഉറങ്ങട്ടെ. ശരി, അടച്ചേക്കാമേ. ആ, പോയാ? ആ, കിടക്കണ കിടപ്പ് കണ്ടിട്ട് മാരകമായ എന്തോ അസുഖമാണെന്നാണ് തോന്നണതേ. ഡോ, ഇയാളിങ്ങോട്ട് വന്നേ. നീ ഈ പറഞ്ഞത് നേരാണോ മണിയാ? മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളിനെ പറ്റി ഞാൻ അതിനേച്ച് കള്ളം പറയുന്നേ? ഓ, ആശുപത്രി ചെന്നാ കിടപ്പ് കണ്ടിട്ടാ ഞാനിപ്പോ വരുന്നേ. ഇനിയിപ്പോ വലിയ കാലമൊന്നും ഉണ്ടെന്ന് തോന്നണില്ല. കഷ്ടമായിപ്പോയി. അമേരിക്കയിൽ നിന്ന് വന്ന സമയത്ത് പ്രകാശേട്ടൻ ചാക്കോച്ചായനെ പറ്റി അതും ഇതും പറയുമായിരുന്നെങ്കിലും ഉള്ളിൽ എപ്പോഴും അച്ഛനെ കുറിച്ച് വലിയ മതിപ്പായിരുന്നു. നീ കറക്റ്റ് അസുഖം എന്താന്ന് ഡോക്ടറെ കണ്ട് ചോദിച്ചോ? ഒന്നും പറയാറായിട്ടില്ലെന്നാ സിസ്റ്റർ പറഞ്ഞത്. എന്തായാലും കേട്ടിടത്തോളം നിസ്സാര അസുഖമാണെന്ന് തോന്നില്ല. ഇനി കിഡ്നിക്ക് വല്ല കംപ്ലൈന്റും ഉണ്ടോ എന്തോ. ആ സിസ്റ്റർ 1 ലിറ്ററിന്റെ കുപ്പിയിൽ ചോര എടുത്തോണ്ട് പോകുന്നത് ഞാൻ കണ്ടതാണ്. അയ്യോ, വിവരം അറിയുമ്പോ അന്നമ്മ ചേർത്ത് ഇതൊക്കെ എങ്ങനെ സഹിക്കോ എന്തോ. ആ, എല്ലാം സഹിച്ചല്ലേ പറ്റൂ. പ്രകാശേട്ടൻ വരുമ്പോ ആശുപത്രി ചെന്നൊന്ന് കാണണം. ദേ ചേച്ചി, ഇനിയിപ്പോ സാറിനെ കാത്തു നിക്കണമെന്നൊന്നുമില്ല. ചേച്ചി ഇന്ന് എന്നെ പോയൊന്ന് കാണണം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹേ ജീവിച്ചിരിക്കുമ്പോഴല്ലേ കാണിക്കാൻ പറ്റൂ. ബലപ്പ്, ആ ആശാന, നീ ഇതൊക്കെ ആയിട്ട് എങ്ങോട്ട്? ആ ഞാൻ ആശുപത്രിയിലോട്ട്. നമ്മുടെ ചാക്കോ സാറില്ലേ മെഡിക്കൽ സെന്ററിൽ അഡ്മിറ്റ് ആയി. നില്ലേ, എന്തു പറ്റി? ആ, കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളൊക്കെ നടത്തുന്നേ ഉള്ളൂ. 48 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റൂ. നോക്ക്, ഇന്നലെ രാവിലെ ഞങ്ങൾ ഒരുമിച്ചാ നടക്കാൻ ഇറങ്ങിയത്. അതെ, ഇന്നലെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നവരെ നാളെ കാണുന്നില്ല. ഇപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. നാളെ ആശാനെ കാണുമല്ലോ ആരറിഞ്ഞു? അത്രേ ഉള്ളൂ. ഈ മനുഷ്യന്റെ കാര്യം എത്രക്കൊക്കെ ഉള്ളേ. നിപ്പിനൊരു തലച്ചുറ്റിൽ വന്നേ, ഞാൻ അപ്പോഴും തന്നെ ആശുപത്രി അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ. ഹാർട്ട് അറ്റാക്ക് വല്ലതും? ഹാർട്ട് അറ്റാക്കിന്റെ പരിശോധനയൊക്കെ നമ്മൾ ചെന്നപ്പോഴേ ചെയ്ത് നോക്കി. പക്ഷെ ആ ഡോക്ടർ ഒന്നും വിട്ടു പറയുന്നില്ല. എങ്കിൽ പിന്നെ അത് തന്നെ. ഏത്? വാൽവിന്റെ തകരാറ്. എത്രയും പെട്ടെന്ന് ബൈപ്പാസ് സർജറി നടത്തുന്നതാ നല്ലത്. ഡോക്ടർ എന്താണ് പറയുന്നതെന്ന് നോക്കിയിട്ട് പോരെ? അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. സർജറി ആദ്യം നടക്കട്ടെ. സർജറി നടക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഹലോ, അതെ, എനിക്ക് അങ്ങോട്ട് സഹദേവനോ? നീ ഒരു കാര്യം ചെയ്യും, മീറ്റിംഗ് കഴിഞ്ഞ നേരെ കൊല്ലത്തോട്ട് വിട്ടോ. വണ്ടി എനിക്ക് മെഡിക്കൽ സെന്ററിലോട്ടൊന്ന് കയറണം. അത് പിന്നെ അവിടെ നമ്മുടെ ചാക്കോച്ചിന് ഭയങ്കര സീരിയസാ. ICU-യില. അയ്യോ, ശരി. ഓ, അതെ, ഇത്രയും വലിയ സീരിയസ് കാര്യമൊന്നും അല്ല. ഈ ICU-ലാന്നൊക്കെ പറഞ്ഞതിനാ? എടാ, നമ്മൾ വേറൊരാളോട് എക്സ്ക്യൂസ് പറയുമ്പോ അതൊന്ന് സ്ട്രോങ് ആവണ്ടേ? നീ വാ. ഇതും കൊണ്ട് എവിടെ പോകുന്നത്? അത് കൊടുത്തിട്ട് വാ. കാര്യം ഇത് വലിയ പറ്റില്ല. പോകുന്നു. എളുപ്പം വായിങ്ങോട്ട്. ശ്വാസം ചാക്കോ സാറേ, ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂക്കി അങ്ങനെ ഉണരത്തില്ലയോ? അതാണ്ട് ഉണർത്തിയല്ലേ? ആര്? രവിചന്ദ്രനോ? എന്തു പറയാനാടോ, വെറുതെ ഒരു ചെക്കപ്പിന് വന്നതാ. അവര് പിടിച്ച് കിടത്തി. 2 ദിവസത്തെ ചെക്കപ്പ് ഉണ്ട്. 2 3 എത്ര ദിവസമായാലും വേണ്ടില്ല, അസുഖം കുറയട്ടെന്ന്. അസുഖോ? എനിക്കൊരു അസുഖവുമില്ല. എന്നെ കണ്ടാ പറയൂ ഒരു രോഗിയാണെന്ന്. അല്ല, അതില്ല. പിന്നെ ആ വിശ്വാസം നല്ലതാ. ആട്ടെ, ഏത് ഡോക്ടറാ നോക്കുന്നേ? നമ്മുടെ ഡോക്ടർ അലക്സാണ്ടറെ. നല്ല ഡോക്ടറാണ്, മിടുക്കനാണ്. ആര്? നമ്മുടെ അലക്സാണ്ടർ ഡോക്ടർ. നിനക്കറിയാമോ? എന്ത്? നീ പോടാ. നീ കേളും, നമ്മുടെ ആ കേശവൻകുട്ടിയുടെ മോനെ
ചെറിയൊരു പനി വന്നപ്പോ ചികിത്സിച്ചത് ഇവനീ പറഞ്ഞ മിടുക്കനാ. ആ അലക്സാണ്ടർ ഡോക്ടർ നല്ല മിടുക്കനാണ് ഞാൻ പറഞ്ഞത്. മാരിടാ. ഒരാഴ്ച ഇവിടെ കിടന്ന് ചികിത്സിച്ചു. അവസാനം ന്യൂമോണിയ പിടിപെട്ട് മെഡിക്കൽ കോളേജിൽ കിടന്ന ചത്തത്. നേരെയാണോ എന്തുവാ അത്? പാലപ്പാ ഏ? നീ ഡിസ്ചാർജ് മേടിക്കും, നമുക്ക് പോവാം. അയ്യോ, ഇത്- അത് പാടില്ല. ചികിത്സ പകുതി വെച്ച് നിർത്തിവെച്ച് പോയാ അത് പിന്നെ വേറെ ചില ആ, കുഴപ്പങ്ങൾ അതാണ് കൊണ്ട് ഞാൻ ചെന്ന് പറഞ്ഞത്. ചാടിക്കും. ചാക്കോ സാർ ആ, കിടന്നാട്ടെ, കിടന്നേ. കിടന്നാട്ടെ. പയ്യെ അങ്ങോട്ട് കിടന്നേ. ആ, മതി. കേട്ടാ ആ, പയ്യ ആ. ഒന്നും ആലോചിക്കണ്ട ഇനിയിപ്പോ കേട്ടോ. ആ ആ, എന്താ എന്തിനാ ഇതൊക്കെ? ഒന്നുമില്ല, കുറച്ച് ഫ്രൂട്ട്സാ. അയ്യോ ഇതിനൊക്കെ വല്ല ആവശ്യമുണ്ടോ? എനിക്കൊന്നുമില്ല. ദേ സാർ സംസാരിക്കല്ലേ, കാല് വേദനിക്കൊന്ന് ചുമ്മാ. ആ അയാളെവിടെ പ്രകാശൻ? കുറച്ചു ദിവസം ആയാലോ കണ്ടിട്ട്. പ്രകാശ് ചേട്ടൻ എറണാകുളത്താ. ആ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ജോലിയൊക്കെ മറ്റാരെങ്കിലും ഏൽപ്പിച്ചിട്ട് രാത്രി വണ്ടിക്ക് എന്നെ ഇങ്ങോട്ട് പുറപ്പെടാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഓ. താൻ അന്നാമ്മയെ വിളിച്ചോ? ഞാൻ രണ്ടു പ്രാവശ്യം വിളിച്ച് കിട്ടുന്നില്ല. ഒന്നുകൂടെ അയ്യോ, നോക്കാം. ആശുപത്രിയിലാന്നറിഞ്ഞ ഔട്ട് ഗോയിങ് ഇല്ല. അന്നമ്മച്ചേടത്തി ആകെ ടെൻഷൻ അടിക്കും. ടെൻഷൻ അടിക്കാൻ വേണ്ടിയുള്ള ദണ്ഡമൊന്നും എനിക്കില്ല. ഇങ്ങതാ ഞാൻ വിളിക്കാം, ഞാൻ തന്നെ വിളിക്കാം. റിങ് ചെയ്യുന്നുണ്ട്. ഹലോ, ഇത് മാത്തച്ഛന്റെ വീടല്ലേ? ബാലപ്പാ. ഇത്? ഓ നമ്പർ ബാലപ്പ, മാറിപ്പോയി. എന്തായാലും അന്നമ്മച്ചേടത്തി വിളിച്ച് വിവരം പറ. ഈ സമയത്ത് അന്നമ്മച്ചേടത്തി അടുത്തുള്ളത് നല്ലതാ. ആ ആ, ഞാനിത് അങ്ങോട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. ഇങ്ങോട്ട് ഞാൻ വിളിക്കാം. ദാണ്ടെ, നമ്പർ- ഈ നമ്പരാണ് ഈ നമ്പരാ. ആ, ആ. വിളിച്ചോ കിട്ടും. ഹലോ, ഇതേ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുക. ചാക്കോച്ചന്റെ വൈഫ് അന്നാമ്മയൊന്ന് കിട്ടുവോ? അന്നാമ്മ അന്നാമ്മ. ഉം. എന്ത് അതെ, എന്തുവാ? ഇത് മിലിറ്ററി ക്യാമ്പാണെന്നാണ് തോന്നുന്നത്. ഇതൊക്കെ കേട്ടോ. എന്ത് എന്തോ പറയുന്നത് അവിടുന്ന്? അയ്യേ കട്ടിയേ കട്ടി. അതെ, ഇന്നും നാളെ എനിക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ മുൻ കോളനി പ്രസിഡന്റ് ചാക്കോച്ചനെ അത്യാസന്ന നിലയിൽ ആശുപത്രി കിടക്കുക. ഇനിയിപ്പോൾ അസുഖം എന്താണെന്ന് ചോദിച്ചാ ഹാർട്ടിനാണ് കംപ്ലൈൻറ്റ്. അതെ അതെ ഞാനിവിടെ നിൽക്കുക. ബ്രെയിൻ ട്യൂമർ. അത് അത് ഞാൻ പിന്നെ വിളിക്കാം. ചാക്കോ സാർ 210 ഞാൻ കൊന്നുവരെ കാണാൻ പറ്റുമോ? ഡോക്ടർ അകത്തുണ്ട്. ആ ഇപ്പൊ എങ്ങനെ പ്രോഗ്രസ് ഉണ്ടോ? അതെ, ഡോക്ടർ ഒന്നും വിട്ട് പറയുന്നില്ല. അല്ല ബ്രെയിൻ ട്യൂമർ ആണെന്ന് കൺഫേം ആയോ? ഞങ്ങളൊക്കെ അറിഞ്ഞത് ബ്ലഡ് ക്യാൻസർ ആണെന്ന്. സംഗതി സീരിയസ് ആണ്. എന്നാലും എങ്ങനെ ഇരിക്കുന്നു ഡോക്ടർ? ഇപ്പോ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ചാക്കോച്ചൻ ഒരു 100 വയസ്സ് വരെയെങ്കിലും ജീവിച്ച് കാണണം എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന. പ്രാർത്ഥിച്ചോളൂ, എല്ലാം ഈശ്വരന്റെ കയ്യിലല്ലേ. ഡോക്ടർ പറഞ്ഞത് കേട്ടോ, എല്ലാം ഈശ്വരന്റെ കയ്യിലാണെന്ന്. ഏതായാലും ഡോക്ടർമാർ കൈവിട്ടെന്നാ തോന്നുന്നേ. ഏതായാലും എനിക്ക് ഈ ആശുപത്രിയുടെ സെറ്റപ്പ് അങ്ങ് ഇഷ്ടപ്പെട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്ന സുഖമാണ്. ചാക്കോ സാറേ, നമുക്കൊരു 3-4 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി. 3-4 ദിവസം ആക്കണ്ട, ഒരു 3-4 കൊല്ലം അങ്ങ് താമസിക്കാം. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ സെറ്റപ്പ് പിക്കപ്പ് ഒന്നും വേണ്ടാന്ന്. ആ ഒരു അസുഖം വന്ന് കിടക്കുമ്പോഴാണ് നമ്മുടെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. ആശുപത്രി ബില്ലിങ് വരട്ടെ, അപ്പൊ അറിയാം ആശുപത്രിയുടെ വില. ഇപ്പൊ തന്നെ എത്ര പേരാണ് ചാക്കോ സാറിനെ കാണാൻ വന്നത്? സാറ് എപ്പോഴും ശത്രുവായിട്ട് കണ്ടിരുന്ന പ്രകാശ് കുമാർ സാർ എത്ര പ്രാവശ്യമാണ് ഫോണിൽ കൂടെ വിളിച്ച് സുഖവിവരം അന്വേഷിച്ചത്? എനിക്കൊന്നും വേണ്ട. ചാകുകയാണെങ്കിൽ വീട്ടിൽ ചെന്ന് അന്നാമ്മയുടെ കയ്യിൽ നിന്നിട്ട് വെള്ളം വാങ്ങിച്ചു കുടിച്ച് മനസ്സമാധാനമായിട്ട് ചത്താ മതി. ചാക്കോ സാറേ, വീണ്ടും എത്തിയല്ലോ സന്ദർശകര്. ഇത് വല്ല ശല്യമായല്ലോ കർത്താവേ. നമസ്കാരം. സന്ദർശകരൊരു ശല്യമാവെന്നറിയാം, പക്ഷെ അറിഞ്ഞ സ്ഥിതിക്ക് വന്ന് നോക്കാതിരിക്കാൻ മനസ്സനുവദിച്ചില്ല. അതുകൊണ്ടാ. ഇനി എന്ത് സംഭവിച്ചാലും ശരി, നാളെ തന്നെ ഡിസ്ചാർജ് വാങ്ങിച്ച് ഇവിടെ നിന്നും പോവുക. അല്ല, കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു ആശുപത്രി എറണാകുളത്തുണ്ട്. എന്തിന് ഈ ആശുപത്രി കേൾക്കുമ്പോ എനിക്ക് ശ്വാസം മുട്ടില്ല. ആശുപത്രി കിടന്ന് ചാകാൻ ഞാനില്ല. എന്റെ സാറേ, അതെ, ഡോക്ടർമാര് വരെ കൈവിട്ട സ്ഥിതിക്ക് ഇനിയിപ്പോ വീട്ടിൽ കൊണ്ട് കിടന്നാ നല്ലത്. ഒരു മിനിറ്റ് ചാക്കോ സാറേ, ആളിനെ മനസ്സിലായോ? നമ്മുടെ കോളനി പുതിയതായിട്ട് താമസിക്കാൻ വന്ന ആളാ അശോക് കുമാർ സാറ്. അടുത്ത ജന്മത്തിൽ നമുക്ക് വിശദമായി പരിചയപ്പെടാം. ഇപ്പൊ എനിക്കൊന്ന് ഉറങ്ങണം. ഈ കിടപ്പ് കിടന്ന് മാനസിക നില തെറ്റി കാണും, അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. അയ്യോ, ചാക്കോ സാറേ,
ചാക്കോ സാറേ. ആ ഇവിടുന്ന് മറ്റേതെങ്കിലും ആശുപത്രി കൊണ്ടുപോകുന്നതിനോട് ചാക്കോ സാറിന് താല്പര്യമില്ല. മാത്രവുമല്ല, താൻ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധവും അദ്ദേഹത്തിനുണ്ട്. എന്തായാലും ചാക്കോച്ചൻ എത്രയും പെട്ടെന്ന് നമുക്ക് മെഡിക്കൽ കോളേജിൽ എത്തിക്കണം. ഉം. ഒരു കാര്യം ചെയ്യാം, ബാക്കിയുള്ളവരുടെ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അത് മതി. ഉം. ആ ആ അയ്യോ, എന്താ? അല്ല, മരിച്ചു കഴിഞ്ഞ ക്രിമേഷൻ ഇവിടെ വെച്ചായിരിക്കുവോ അതോ കോഴഞ്ചേരിക്ക് കൊണ്ടുപോവോ? അല്ലല്ല, മരിച്ചു കഴിഞ്ഞാൽ അടക്കം ഇവിടുത്തെ പള്ളി വെച്ച് തന്നെ ആയിരിക്കും. ചാക്കോച്ചൻ കോളനിയുടെ മുൻ പ്രസിഡന്റ് ആണ്. അപ്പൊ അനുശോചനം ഒരു അവിസ്മരണീയ ചടങ്ങാക്കി മാറ്റാം. അത് വേണം, അത് വേണം. ഉദ്ഘാടനത്തിന് വല്ല സിനിമാ നടന്മാരെയോ സീരിയൽ നടികളെയോ വിളിക്കുന്നത് നല്ലതായിരിക്കും. ആദ്യം. ആള് കൂടും. അത് ട്രൈ ചെയ്യണം. ഞാൻ നോക്കാം. പിന്നെ ചാക്കോ സാറിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം അടിപൊളിയാ. അടിപൊളിയാ. പിന്നെ എല്ലാത്തിനും മേൽനോട്ടം വഹിക്കാൻ നേതാവ് ഇവിടെ തന്നെ കാണുമല്ലോ. എനിക്കെന്ന് ലേഡ്സ് കമ്മിറ്റിയൊക്കെ ഉള്ളതാണ്. എന്നാലൊരു നല്ല കാര്യമല്ലേ, ഞാൻ നിൽക്കാം. പക്ഷേ അതിനു മുമ്പ് ചാക്കോച്ചനെ നമുക്കൊന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി നോക്കിയാലോ? എന്താ നിങ്ങളുടെയൊക്കെ തീരുമാനം? അല്ല, അതിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഇത്രയും സീരിയസ് ആയ സ്ഥിതിക്ക് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയില്ലേ നാട്ടുകാരെന്ത് പറയും? നാട്ടുകാരുടെ കാര്യം വിട്. അന്നാമ്മ ചേച്ചി ചോദിച്ച ഞാൻ എന്തോ പറയും. അതിനു വേണ്ടി ഒന്ന് പുറത്ത് കാണിക്കാൻ ചാക്കോച്ചനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയേ പറ്റൂ. നിങ്ങളുടെ തീരുമാനം പറഞ്ഞില്ലല്ലോ. മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണോ വേണ്ടയോ? കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ കൊണ്ടുപോകണം. അല്ല, കൊണ്ടുപോകണമെന്നില്ല, കൊണ്ടുപോകണം. അതാണ് അതിന്റെ ശരി. അല്ല, മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ കൊണ്ടുപോകണം. മതി, മതി. കൊണ്ടുപോ. വേളം ഉണ്ടാക്കരുത്. ഇത് ആശുപത്രിയാണ്. നമുക്ക് നാളത്തോട്ട് പോയി നോക്കാം. വാ, വാ. നമുക്ക് ചാക്കോച്ചന്റെ അടുത്തോട്ട് എല്ലാവരും കൂടെ പോവാം. മെഡിക്കൽ കോളേജ്. ചാക്കോ സാറേ. ആ ചാക്കോ സാറിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. മെഡിക്കൽ കോളേജോ? എന്തിന്? സാർ ഇനി രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. അതിന് ഞങ്ങളെല്ലാവരും കർമ്മനിരതരായിട്ട് നിൽക്കുകയാ. എന്തിനും ഏതിനും ഞാനില്ല കൂടെ. എനിക്ക് സാറിനോട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, സാർ ഭയപ്പെടരുത്. സാറ് ഭയചികിതനാകരുതെന്ന്. മനോധൈര്യം കൈവിട്ട് കളയല്ലേ സാറേ. പ്രകാശ് ചേട്ടനെ ഞാനും പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കൊരസുഖമില്ല. എനിക്കൊരസുഖമില്ലെന്ന്. സാർ ഇനി ഒന്നും പറയണ്ട, ഒന്ന് സമാധാനമായിട്ട് കിടന്നാട്ടെ. രാവിലെ ഞങ്ങൾ ആംബുലൻസുമായിട്ട് വരും. അതെ, സാർ ആത്മധൈര്യം കൈവിടരുത്. അതെ. ബാലപ്പാ, മയങ്ങട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് കണ്ടോട്ടെ. പുറത്തേക്ക്. ബാലപ്പാ, ഞാനിവിടെ ഉണ്ട്. ഇങ്ങ് വന്നേ. ഓ, തീരെ വയ്യ അല്ലേ? അമ്മാച്ചാ, അമ്മാക്കാ, എന്താ അടിക്കണേ? എന്താ അടിക്കുന്നതിന്? നീ ഒറ്റ ഒരുത്തരായതിനൊക്കെ കാരണം. കിടന്ന് മാനം മര്യാദയായിട്ട് നടന്ന് എന്നെ പിടിച്ച് ആശുപത്രി ഇട്ടില്ലേ നീ? ആശുപത്രിയിൽ മരുന്നൊക്കെ കൊടുത്ത് സമാധാനമായിട്ട് പോരെ. അല്ല ചാക്കോ സാറേ, കെടടാ അവിടെ. സിസ്റ്റർ